ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു അരവണേൻ്റെ ബോട്ടിലാണല്ലോ ഇത് വെച്ചിട്ടാണ് നമ്മളിത് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് വെച്ചിട്ട് ഒരു പെൻ ഹോൾഡറാണ് നമ്മൾ മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുൻപ് ആരെങ്കിലും ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അശ്വതി എന്നാണ്. ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണേ. ഈ ഒരു ബോട്ടിലിൻ്റെ മേലത്തെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതായത് ഈ ഒരു സ്റ്റിക്കർ പോലെ വരുന്ന ഈ ഒരു ഭാഗം, അത് നമുക്ക് ഒന്ന് ഇളക്കി മാറ്റണം. അപ്പോൾ ഞാൻ ജസ്റ്റ് കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ചുരണ്ടി കൊടുത്തു. അപ്പോൾ ആ ഒരു ടൈമിൽ അത് ചെറിയ രീതിയിലൊക്കെ ഇളകി പോരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഇളക്കി മാറ്റണം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതേപോലെ ആ ഒരു ബ്ലേഡ് വെച്ചിട്ട് ഇങ്ങനെ ചുരണ്ടി കൊടുത്ത ടൈമിൽ നല്ല രീതിയിൽ ഇളകി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ തന്നെ അത് കളയാൻ നിന്നു. അപ്പോൾ ഇതിങ്ങനെ കളയാൻ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പെയിൻറ്റ് ചെയ്യാമല്ലോ. ഇതിൻ്റെ മേലെ നമ്മൾ പെയിൻറ്റ് ചെയ്യും. അപ്പോൾ പെയിൻറ്റിങ്ങിന് നല്ലൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലെ പെയിൻറ്റ് ചെയ്താൽ ഒന്നോ രണ്ടോ കോട്ടിങ് കൊടുക്കേണ്ട വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഇളക്കി മാറ്റിയ ഒരു കാർബോർഡിൻ്റെ പോലത്തെ ഒരു ഭാഗമായിരുന്നു അടിയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഞാൻ മുഴുവനായി ഈ ഒരു ബോട്ടിൽ നമ്മൾ മുഴുവനായിട്ട് ചെയ്ത് കൊടുക്കുന്നത് ബ്ലാക്ക് കളർ ആക്രിലിക്കിൻ്റെ പെയിൻറ്റാണ് കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പുറം ഭാഗം മാത്രമാണ് ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ താഴെ മുകളിലായിട്ട് വരുന്ന ആ ഒരു സ്റ്റീലിൻ്റെ പോലത്തെ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം കൂടെ നമ്മൾ കവർ ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാനിതിലൊട്ടും വെള്ളം ഒന്നും ആഡ് ചെയ്തിട്ടില്ല. വെള്ളമൊന്നും ആഡ് ചെയ്യാതെ തന്നെ ഞാനിത് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ഇത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. ഇതൊരു കാർബോർഡിൻ്റെ പോലത്തെ ഒരു പീസാണല്ലോ, അതുകൊണ്ട് തന്നെ വെള്ളം ആഡ് ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പെയിൻറ്റ് അത്യാവശ്യം നല്ല ലിക്വിഡ് പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ കട്ടിയുള്ള പെയിൻറ്റ് ഒന്നും ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വെള്ളം ആഡ് ചെയ്യാതെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സ്റ്റീൽ വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ ഒരിക്കലും വെള്ളം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. നമുക്ക് ട്രൈ ആവാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് മുഴുവനായിട്ട് പെയിൻ്റ് അടിച്ച് വന്നു. അപ്പോൾ നമ്മുടെ റോഡിൻ്റെ പണിക്കൊക്കെ ടാറൊക്കെ മിക്സ് ചെയ്യുന്നൊരു വലിയൊരു വീപ്പ പോലത്തെ സംഭവം ഉണ്ടാവുമല്ലോ, ആ ഒരു സംഭവമാണ് ഇത് മുഴുവനായിട്ട് പെയിൻ്റ് അടിച്ച് വന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. അപ്പം ഞാൻ പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഗുളികേൻ്റെ ഈ ഒരു സ്ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ട്രിപ്പിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ കണ്ണുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നമ്മൾ നല്ല രീതിയിൽ റൗണ്ടിൽ തന്നെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ഗുളികേൻ്റെ പാക്കറ്റ് കട്ട് ചെയ്യുന്ന ടൈമിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് വേറെ ഒരു ഐഡിയ ആയിരുന്നു കേട്ടോ. പിന്നീടാണ് എനിക്ക് പിന്നെ ഈ 2 മതി എന്നുള്ളത് വന്നത്. അപ്പോൾ ഇത് ഞാൻ 2 അതേപോലെ മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഈ ഒരു നമ്മുടെ ടിന്നിലേക്ക്, അതായത് അരവണ്ണൻ്റെ ടിന്നിലേക്ക് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒരു കണ്ണ് പോലെ ആക്കിയിട്ടാണ്, അങ്ങനത്തെ രീതിയിലാണ് ഇത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ഭാഗങ്ങൾ ഇതേപോലെ കണ്ണ് പോലെ നമ്മൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും ഒരു ഇതൊക്കെ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യണം, അതിൻ്റെ മേലെ എന്തെങ്കിലും ഡിസൈൻ കൊടുക്കണം എന്നൊക്കെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ബ്ലാക്ക് കളർ ആയിരുന്നു എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന പെയിൻറ്റ്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ പെയിൻറ്റ് ചെയ്യാൻ മേടിച്ചു. അത് പെയിൻറ്റ് ചെയ്തപ്പോൾ ചെറിയ രീതിയിൽ അബദ്ധമായോ എന്ന് എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ 2 കണ്ണ് വെച്ച് കൊടുത്തു, ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് അത് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ അടിയിൽ നമ്മൾ വൈറ്റ് കളർ വെച്ചിട്ട് ഒരു വായ പോലെ ഇതേപോലെ വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിൽ ഒരു കൃഷ്ണമണി എന്നുള്ള പോലെ ജസ്റ്റ് കണ്ണ് വരും. അങ്ങനെ കണ്ടപ്പോൾ ശരിക്കും ദിഗംബരൻ്റെ കണ്ണ് പോലെ ഉണ്ടല്ലേ. അപ്പോൾ എന്തെങ്കിലും ഒരു ഇത് വേണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് കൃഷ്ണമണി വരച്ചു കൊടുക്കാന്നുള്ള ഇതിൽ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉള്ളിൽ ഇതെങ്കിലും കൃഷ്ണമണി പോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു ബ്ലാക്ക് കളർ. ഇങ്ങനെയൊരു സംഭവം എൻ്റെ മനസ്സിൽ എവിടെ ഉണ്ടായിരുന്നില്ല. ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയതാണ്. മൊത്തത്തിൽ ഇത് കാണുന്ന ടൈമിൽ ഒരു നെഗറ്റീവ് എനർജി പോലെ എനിക്ക് ഫസ്റ്റ് തോന്നി. പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചു ഇതെങ്ങനെ നെഗറ്റീവാണ്, നമ്മൾ ചിന്തിച്ചാലല്ലേ ഇത് നെഗറ്റീവ് ആവുന്നുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ പെൻ ഹോൾഡർ റെഡി ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്ന കുറച്ച് കളറും കാര്യങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ആ ഒരു സ്മൈൽ കൂടെ ആയതുകൊണ്ട് ഇതൊരു നെഗറ്റീവ് ഫീൽ ഇതിന് കിട്ടില്ലല്ലേ. ബ്ലാക്ക് കളർ ആയതുകൊണ്ട് ആരും നെഗറ്റീവായിട്ട് എടുക്കേണ്ട. ബ്ലാക്ക് എന്തായാലും നെഗറ്റീവിൻ്റെ സിമ്പിളൊന്നുമല്ല. ആദ്യമായിട്ടാണ് ഒരു ഐഡിയ ഇല്ലാണ്ട് ഇങ്ങനത്തെ ഒരു വർക്ക് ചെയ്യുന്നത്. എന്തായാലും ചെയ്ത് വന്നപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതുപോലെ ഒന്നും അല്ലെങ്കിലും സംഭവം ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലെ അരവണ്ണൻ്റെ ബോട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഈ ഒരു സംഭവം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്തായാലും നമ്മളിത് വെറുതെ കളയുന്ന ആ ഒരു അരവണേൻ്റെ ബോട്ടിൽ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണല്ലോ. ഇതുപോലെ നമ്മൾ വെറുതെ കളയുന്ന ഒത്തിരി സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പലതും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു അരവണേൻ്റെ ബോട്ടിൽ വെച്ചിട്ട് കൂടുതൽ എന്തെങ്കിലും ക്രാഫ്റ്റ് ഐഡിയാസൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്താണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇതുപോലെ എന്തെങ്കിലും വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ, അതായത് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അപ്പോൾ ഇനിയൊരു വീണ്ടും ഇതുപോലത്തെ എന്തെങ്കിലും മലക്കുളത്ത് വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.